മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സൂചി കുത്താനിടന്ന തൂമ്പെടുത്ത് കിളക്കരുത് കേട്ടല്ലോ. ഞാനിപ്പോ വന്നിലേക്ക് കാണായിരുന്നു. രണ്ടും കൂടെ മര്യാദക്ക് അകത്ത് കയറി പോക്കോ. അലലിന്റെ ലോക്കിയും കൂടെ നിന്റെ ജോക്കി പോലും ബാക്കി വെച്ചേക്കില്ല. എവിടെ നിന്ന് കിട്ടിയടാ ഈ സാധനങ്ങളെ മനുഷ്യനെ കൊല്ലാനായിട്ട്? സാധനങ്ങളോ എന്നെ പറഞ്ഞ പണി സഹിക്കും. എന്റെ ലോക്കിനെയും പറഞ്ഞാലുണ്ടല്ലോ ഡോബർമാന്റെ മുന്തിയ ഇനങ്ങളാ. പുറത്തേക്ക് വന്ന ദിയുടെ ചോദ്യം കേട്ട് മനു പുറകിലേക്ക് തലയിരിച്ച് അവളെ നോക്കി. പിന്നെ ഋഷിയെയും. അത്തിപ്പാറ അമ്മച്ചിയാണേ, നീ ഓർത്തു വെച്ചോ, ഈ കുരിപ്പിന്റെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും, നോയിക്കോ. അവൻ പറഞ്ഞു കേട്ടിട്ട് ഋഷിയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും കണ്ടില്ല. എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. കൂൾ മാൻ കൂൾ. ദിയ വീണ്ടും എന്തോ പറയാനായി വന്ന മനു ശബ്ദമുയർത്തി. ഒന്ന് വിളിച്ചുകൊണ്ടുകൂടാ ഈ സാധനത്തിനെ. മനു കിടന്ന് അലറിയത് ഋഷി അവളെയും വിളിച്ച് അകത്തേക്ക് പോയി. കുട്ടിയുടുപ്പിട്ട് ഇറങ്ങിയിരിക്കുക കുട്ടിപ്പിശാച്, മനുഷ്യനെ വഴി തെറ്റിക്കാൻ. പിറുവിറുത്തുകൊണ്ട് അവൻ അവർക്ക് പിന്നാലെ പോയി. അവരെല്ലാം രാത്രി ഭക്ഷണം കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോയിട്ടും തനുവിനൊരു സന്തോഷവും തോന്നിയില്ല. ഉള്ളിലൊരു പിടച്ചിൽ പോലെ അകാരണമായ ഒരു ഭയം. തന്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷിക്കാനും പേടിയാണ്. എന്തോ ആപത്ത് വരുന്ന പോലെ തോന്നും. ഒരിക്കലെല്ലാം കൈവിട്ടെന്ന് തോന്നിയതാണ്. ഇനിയും വയ്യ. ദൈവമേ, എന്റെ ചെറുക്കിനെ എനിക്ക് തന്നെ തന്നേക്കണേ. മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവരെല്ലാം തനുവിനെ പിക്ക് ചെയ്യാൻ വന്നു. മനു അവന്റെ ബൈക്കിന് കൂടെ ചെന്നു. അവരുടെ കാർ പുറത്തേക്ക് നീങ്ങിയതും പിന്നാലെ കർണാടക സ്റ്റേഷനിലുള്ള ഒരു ബ്ലാക്ക് റേഞ്ച് റോവർ അവരുടെ പിന്നാലെ നീങ്ങി, ആരെയോ ലക്ഷ്യം വെച്ച്. ഋഷിയുടെയും മനുവിന്റെയും വണ്ടികൾ മുന്നിലും റേഞ്ച് റോവർ പിന്നിലുമായി മുന്നോട്ട് നീങ്ങി. കുറെ നേരമായി ആ വണ്ടി അവിടെ പിന്നാലെ തന്നെയുണ്ട്. അത് കണ്ടത് ആദിക്ക് എന്തോ പന്തിയേട് തോന്നി. ഋഷിയേട്ടാ, ആ വണ്ടി മനുവേട്ടന്റെ വീടും നമ്മുടെ പിന്നാലെ ഉണ്ടല്ലോ, ഇനി നമ്മൾ ഫോളോ ചെയ്യാണോ? ആദി ചോദിച്ചു. ഋഷിയുടെ കണ്ണുകൾ മിററിലേക്ക് പോയി. ഫ്രണ്ട് മിററിൽ കൂടി ഋഷിയും കുറച്ചു നേരമായ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഋഷി സ്പീഡ് കുറച്ച് സൈഡ് ഒതുക്കി കൊടുത്തും അവർ വേഗത്തിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. അപ്പോഴാണ് കർണാടക രജിസ്ട്രേഷനാണ് വണ്ടിയെന്ന് അവൻ ശ്രദ്ധിച്ചു. എന്തോ ഒരു അപകടം അവനുള്ളിൽ തോന്നിയെങ്കിലും വണ്ടി കടന്നുപോയത് ആശ്വാസത്തോടെ നെടുവീർപ്പെട്ട് പിന്തിരിഞ്ഞ് തനുവിനെ നോക്കി. അവളുടെ മുഖത്തും ഒരു ഭയം നിഴലിച്ചിരുന്നു. അവൻ അവൾ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു. അവർ ടെക്സ്റ്റൈൽസിലെത്തി കാർ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും മനു എത്തി. ഋഷി, ഏതായിരുന്നു ആ വണ്ടി? നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നല്ലോ. മനു വന്നു ചോദിച്ചു. ഞാനും കണ്ടു സംതിങ് ഫിഷി. ദിയ കൈകൾ കൂട്ടി തിരുമ്മി കണ്ണുകൾ കുറുകിക്കൊണ്ട് ഡിറ്റക്റ്റീവ് രീതിയിൽ പറഞ്ഞു. അവളുടെ ഫിഷും മട്ടനും. നിനക്ക് പുറത്തിറങ്ങുമ്പോഴെങ്കിലും മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ടുറി. കണ്ടില്ല ഒരു കോലം കെട്ടി വന്നിരിക്കുന്നത്. അവനവൾ ഇറുകി പിടിച്ചെടുക്കുന്ന മുട്ടോളെത്താത്ത ഫ്രോക്ക് നോക്കിക്കൊണ്ട് അജ്ഞതയോടെ ചോദിച്ചു. തനിക്ക് എന്താണോ അതിന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇടും. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എനിക്ക് ഇതുണ്ടടി, എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. മനു പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും തങ്ങളെയാണ് നോക്കുന്നത് മനസ്സിലായത്. അത് പിന്നെ കുറെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ടാ ഞാൻ. ഇവൾക്ക് മര്യാദക്ക് ഡ്രസ് ചെയ്ത് വന്നൂടെ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ മാതിരി കോലം കെട്ടുന്നത്. മനു അവിടെ നിന്ന് വിക്കി. എല്ലാവരും അവനെ നിർത്തി നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ആദ്യം ഒഴിച്ച്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും പോയതും ആദ്യം മനുവിനെയും താങ്ങി. എന്താണ് ചേട്ടന്റെ മോന് മനസ്സിലായത്? അല്ല, അവളെ കാണുമ്പോഴുള്ള ഇതൊക്കെ ഏതൊക്കെ അധികം കളിച്ച മോ മറ്റുള്ളതായിട്ട് മറൻ ഡ്രൈവിൽ കുടമാറ്റത്തിന് പോയ കഥ ചേട്ടനങ്ങ് പാട്ടാകും വിത്ത് എവിഡൻസ്. കേട്ടല്ലോ, പോയി തരത്തി കളിക്കണം നരന്ത് ചക്ക. അവനെ എനിക്കൂട്ടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. അന്ന് വിട്ട് വായും പൊളിച്ചിരിക്കുന്ന ആദ്യം നോക്കി ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് മനു മുന്നോട്ട് നടന്നു. പിന്നെ എല്ലാവരും ഡ്രസ്സ് എടുക്കലിൽ മുഴുകി. പെൺപടകൾ ഡ്രസ്സ് ചെയ്യണത് കമിഴ്ന്ന് കിടന്ന് തപ്പുന്നുണ്ട്. ഋഷിയുടെ ഇഷ്ടത്തിലുള്ള ഡ്രസ്സാണ് തനുവിന് എടുത്തത്. കല്യാണപ്പുടയും റിസപ്ഷനെല്ലാം അതിന് മാച്ച് ആവുന്ന തരത്തിൽ അവനും എല്ലാവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ഒരു കാഴ്ചക്കാരിയെ പോലെ അവളും. തനു എല്ലാത്തിൽ നിന്നും മാറിയിരുന്നു. എന്തോ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ചെറുക്കിന്റെയും പെണ്ണിന്റെയും അടുത്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അവരുടേതെടുക്കാൻ തിരക്കിലായത്. തനുവിന്റെ മുഖം വാടിയിരിക്കുന്ന കണ്ട് ഋഷി അവളെയും കൊണ്ട് ആളൊഴിഞ്ഞ മൂലയിലേക്ക് മാറിയിരുന്നു. എന്തിനാ മോൻ കയറ്റി പിടിച്ചിരിക്കുന്നത്? അവനവിടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെന്തോ പേടിയൊന്നും ഋഷിയേട്ടാ. അവളുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു വിളുമ്പി. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നല്ലേ? എന്നാലും എനിക്കെന്തോ ആരും ഉള്ളിലിരുന്ന് പറയുന്ന പോലെ. ഇവിടെ ഇരുന്നാണോ? അവനവിടെ ഹൃദയതാളത്തിനുമേൽ പതിയെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ ഓരോ സ്പർശനത്തിലും തന്റെ ഹൃദയതാളം മാറുന്നതും അത് പഴയപടിയാവുന്നതും അതൊരു പുഞ്ചിരിയായി തന്റെ ചുണ്ടിൽ വിരിയുന്നതും അവൾ അത്ഭുതത്തോടുകൂടി അറിഞ്ഞു. അവൾ ആ കൈത്തലത്തിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ കവിളമർത്തി നിന്നു. അവൾക്കൊരു ആശ്വാസം കിട്ടുന്നവരെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. ഋഷിയെയും തനുവിനെയും കാണാതെ അന്വേഷിച്ച് നടക്കാനും തീയ. തനുവിന്റെ ലാച്ചയുടെ അളവെടുക്കാൻ കൊടുക്കാനായി രണ്ടാളെയും മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. പെട്ടെന്നാണ് രണ്ട് കൈകൾ അവളെ പിടിച്ചു വലിച്ചത്. ഒച്ചയെടുക്കാൻ നോക്കിയെങ്കിൽ അതിനു മുന്നേ വാപുത്തിയിരുന്നു. ഡ്രസ്സിംഗ് റൂമിനുള്ളിലേക്ക് അവളെ തള്ളിയിട്ടു. അവൻ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടു. മുഖത്തേക്ക് വീണ മുടി വകഞ്ഞു മാറ്റി ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് അവൾ നോക്കിയതും മുന്നിലുള്ള ആളെ കണ്ട് അവൾ ഞെട്ടി. മനു, യു കൺട്രി മാൻ, താനെന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്ന്?
ചേട്ടനും മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഇതാ സൗകര്യം. മാറിടോ, ഞാൻ ഒച്ച വെക്കും. ഒച്ച വെച്ച ആളെ കൂട്ടിയാൽ നീ വിളിച്ച് കയറ്റുകയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ചേട്ടന് പറയാനുള്ള കേൾക്കുന്നവരെ മോൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം. മനസ്സിലായല്ലോ? എന്ത് കോപ്പാണ് തനിക്ക് പറയാനുള്ളത്? ആരാ തന്റെ ചേട്ടൻ? യു കൺട്രി മാൻ. ആഹാ, മലയാളമൊക്കെ അറിയാലോ കുട്ടിക്ക്. ഒരൊറ്റ കാര്യം അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എന്താ ഒന്ന് പറഞ്ഞു നിനക്ക്. അവനോട് അടുത്തേക്ക് വന്ന് കൈകൾ കൊണ്ട് ഇരുവശവും ലോക്കാക്കി നിർത്തി. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ പതറിക്കൊണ്ട് നിൽക്കുകയാണ് ദിയ. ഇനി മേലാൽ ഇതുപോലുള്ള കുട്ടിയെടുപ്പിട്ട് നടന്നാലേ പൊന്നു മോളെ നീ വിവരറി കേട്ടല്ലോ. അടിച്ച് ഞാൻ അണപ്പല്ല് പൊഴിക്കും. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു പോകാൻ തുടങ്ങിയെന്നു. പിന്നീട് നിന്ന് വീണ്ടും ഡയലോഗ് വന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടും, താൻ ആരോട് ചോദിക്കാൻ? നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ടോ, പക്ഷെ എന്റെ പെണ്ണിങ്ങനെ ഇട്ടെടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഏത് ലാസ്റ്റ് വാണിങ്ങാ, ഇനി പറച്ചിലുണ്ടാവില്ല, ഓൺലി ആക്ഷൻ. അതും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്ന അവിടെ കവിളിൽ തട്ടും കൊടുത്ത് വാതിലേറെ നടന്നെങ്കിലും അവൻ തിരിഞ്ഞവിടെ അടുത്തേക്ക് തന്നെ വന്നു. പിന്നെ ഞാൻ ആരാന്ന് അല്ല ആരായിരുന്നു എന്ന് അത് മോള് പോയി ഋഷിയോട് ചോദിക്കൂട്ടോ, നല്ല വെടിപ്പായിട്ട് പറഞ്ഞുതരും. അതും പറഞ്ഞ് അവൻ തിരിച്ചു പോയിട്ടും അവളുടെ കിളികളൊന്നും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ പകച്ചിന്ന് കുറച്ചു നേരത്തേക്ക് എന്റെ പെണ്ണെന്ന് പറഞ്ഞ് മാത്രം അവിടെ കാതിൽ മുഴങ്ങി കേട്ടു. കുറച്ചു നേരം ആ നിൽപ്പ് തുറന്നിട്ട് പിന്നെ മുഖമെല്ലാം തുടച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ അവരുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട്. മനുവിനടുത്തേക്ക് നടക്കുന്തോറും അവളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു. പക്ഷെ അവനാണെങ്കിൽ യാതൊരു ഭാവഭേദമില്ലാതെ അവിടെ നിൽപ്പുണ്ട്. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലുമില്ല. ഇനി താൻ സ്വപ്നം കണ്ടതാണോ? ദിയ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. ഡി നീ ഇത് എവിടെയായിരുന്നു? അവളുടെ പകച്ചുള്ള നിൽപ്പ് കണ്ട് ഉണ്ണി ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ട് പോയപ്പോ ഈ കൺട്രി മാൻ. അവളെന്തോ പറയാമെന്നോ മനുവിന്റെ മുഖഭാവം കണ്ട് പകുതിക്ക് വെച്ച് നിർത്തി. എല്ലാവരും പർച്ചേസിങ്ങിന്റെ തിരക്കിലായത് കാരണം ആരും വേറൊന്നും ചോദിച്ചില്ല. മനുവിന്റെ മുഖത്ത് മാത്രം ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൾക്ക് കാണാൻ പാകത്തിൽ. ഡ്രസ്സ് എടുത്തതിന് ശേഷം തനു എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും മുത്തി അവൾക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങളും എടുത്തു. താലിയും വിവാഹമോതിരങ്ങളും വാങ്ങി എല്ലാ ഋഷിയുടെ ഇഷ്ടത്തിനാണ് എടുത്ത്. എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് വീട്ടിലെത്തിയത്. തനുവിനെ മനുവിന്റെ വീട്ടിലിറക്കി അവർ നേരെ പോയി. ഞായറാഴ്ചയാണ് കല്യാണം. എല്ലാ മുത്തിയുടെ മേൽനോട്ടത്തിലാണ് തീരുമാനിക്കുന്നതും നടത്തുന്നതുമെല്ലാം. ദിവസങ്ങൾ അടുക്കുന്തോറും തനുവിന്റെ ടെൻഷൻ കൂടി വന്നു. ഋഷി എന്നും മനുവിന്റെ വീട്ടിൽ വരും, അവളെ കാണും, സംസാരിക്കും. മനു തടഞ്ഞിരുന്നില്ല. എന്നാലും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം രൂപപ്പെടുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. അന്ന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോൾ തോന്നിയ അതേ ഒരു ഉൾഭയം. ഋഷിയുടെ പേര് കൊത്തിയ താലി തന്റെ കഴുത്തിൽ കയറുന്നവരെ ഈ ഭാവത്തിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് അവൾക്കും മനസ്സിലായി. പേടിയാണുള്ളിൽ. സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെട്ട ഒരുവളുടെ ഋഷിയെ കൂടി നഷ്ടപ്പെടുന്ന കാര്യം അവൾക്ക് ആലോചിക്കാനേ വയ്യായിരുന്നു. കല്യാണം അധിക പേർക്കൊന്നുമില്ല, അടുത്ത കുറച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രം. ഋഷിയുടെയും തനുവിന്റെയും ഇഷ്ടം അതായിരുന്നു. വീടിനടുത്തുള്ള ചെറിയ ഹാളിലായിരുന്നു കല്യാണം നടത്താൻ തീരുമാനിച്ചത്. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. കല്യാണത്തിന്റെ തലേ ദിവസം ഒരു മനസ്സമാധാനവുമില്ലാതെ ഋഷി രാത്രി കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മനുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടു ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ട് മനു. ഈ തെണ്ടിക്ക് ഉറക്കോല്ലേ ദൈവമേ. ഋഷി പിറിവൃത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. വരണം വരണം കല്യാണ ചെറുക്കൻ, എന്താ ലേറ്റായതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നിനക്ക് ഉറങ്ങാനായിട്ടിടാ വധൂരി, ബാക്കിയുള്ളവരുടെ കഞ്ഞിൽ പാറ്റിട കള്ളപ്പെടുക. വേറൊരു ദിവസം വന്നില്ലെങ്കിൽ നീ ഇന്ന് ഇവിടേക്ക് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാൻ മോനെ. ഞാൻ വെയിറ്റിംഗിലായിരുന്നു. എങ്ങനെ അറിയാം? സോ സിമ്പിൾ. 10,000 നെല്ലുണ്ടെങ്കിലേ എലി ഫ്ലൈറ്റും പിടിച്ചു വരും അങ്ങ് ദുബായിന്ന്. നിന്റെ നെല്ല് ഇവിടെയാണല്ലോ. സോ വാചടിക്കാൻ മാറാൻ അങ്ങോട്ട്. സോ സോറി. ഉത്തരവാദിത്തമുള്ള ആങ്ങളെ നിലക്ക് അർദ്ധരാത്രി എന്റെ പെങ്ങളെ അന്യപുരുഷന്റെ ഒപ്പം വിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അന്യപുരുഷൻ നിന്റെ മാറിക്കള. കുറച്ച് നല്ല മലയാള പദങ്ങൾ നല്ല ഒഴുക്കോടെ ഒഴുകിയപ്പോൾ മനു തനിയെ മാറിക്കൊടുത്തു. അതിൽ കൂടുതൽ കേൾക്കാൻ അവന് ശക്തിയില്ലായിരുന്നു. ഋഷി തനുവിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു അവളെ. ഈ പ്രാവശ്യം അവൾ ഞെട്ടിയില്ല. ആ നെഞ്ചിടിപ്പിന്റെ താളം പോലും അവൾക്ക് അത്രമേൽ പരിചിതമായി കഴിഞ്ഞിരുന്നു. എനിക്കറിയായിരുന്നു വരുമെന്ന്. അവൾ ഒന്നുകൂടെ ചേർന്ന് നിന്നു, ആ ഹൃദയ താളത്തിലേക്ക് തലചേർത്തുകൊണ്ട്. വാ പുറത്തേക്ക് പോവാ. ഇങ്ങനെ ഒന്നാലേ നിന്റെ ആംഗ്ല സദാചാര പോലീസ് ഇപ്പൊ വരും. അതും പറഞ്ഞ് ഋഷി അവിടെ കൈയും പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ഡോറിന്ന് ടെറസിലേക്ക് ഇറങ്ങി. അവിടെ ചാരിയിരുന്ന് അവളെയും മടിയിലേക്ക് ഇരുത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിലാവിന്റെ പൊൻവെളിച്ചം അവർ നോക്കി കൺചിമ്മുന്ന താരകങ്ങളും അന്തരീക്ഷത്തിലെ നേരിയ തണുപ്പും ആ രാത്രിക്ക് എന്തെന്നില്ലാത്ത ഭംഗി നൽകി. തനു അവൾ ഒന്നുകൂടെ കുറുകിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. പൊന്നുമോളെ, മനുഷ്യനെ വെറുതെ വഴി തെറ്റിക്കരുത്. ഒരു ദിവസം കൂടി പിടിച്ചു നിൽക്കാനുള്ളതാ. അവൾ അതും പറഞ്ഞ് മാറിയിരുന്നു. അവൻ പിടിച്ച തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് 2 കൈ കൊണ്ട് മുറുക്കെ പിടിച്ചു. ഈ പാതിരാത്രിക്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വന്നതേ ദാ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കാനാ. അടങ്ങി കിടക്കിടി അവിടെ. ഈ ഒരു രാത്രി നമുക്ക് കിട്ടിയില്ലല്ലോ. എന്തിനപ്പോ വന്നേ? എന്തോ ഇന്ന് നിനക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് തോന്നി എനിക്ക്. നിന്റെ നെഞ്ചൊന്ന് പിടിച്ചാ ഞാൻ അറിയാണ്ടിരിക്കോ? അപ്പതാ ഈ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ച് ഉറക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഓടി വന്നത്. എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല ഋഷിയേട്ടാ. കണ്ണടക്കം എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണോ. സ്നേഹിക്കുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എനിക്ക്.
അച്ഛനും അമ്മയില്ലാതെ ജീവിച്ചിട്ടുണ്ട് ഋഷിയേട്ടാ. അവിടെയാണ് നമ്മൾ ജീവിതത്തിൽ ഒന്നുമില്ലാതായി പോകുന്നത്. വേറെന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അനാഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് അനുഭവിച്ച് തന്നെ അറിയണം. അവളൊന്ന് നീങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. വിങ്ങുന്ന മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. ഒന്ന് കരയുമ്പോൾ ചേർത്ത് പിടിക്കാനോ സന്തോഷിക്കുമ്പോൾ കെട്ടിപ്പിടിക്കാനോ ആരില്ലാത്തൊരവസ്ഥ മനസ്സിലാവൂ. അത് ആരോരും ഇല്ലാത്തവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ ഋഷിയേട്ടാ. സഹിക്കാൻ പറ്റാതെ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒരു ഭ്രാന്തിയെ പോലെ കരഞ്ഞിട്ടുണ്ട്. അലറി വിളിച്ച് നടന്നിട്ടുണ്ട് പല രാത്രികളിലും. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാതെ ഞാൻ. അവന്റെ നെഞ്ച് അവളുടെ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. അവന്റെ പിടി അവളിൽ ആ നിമിഷം മുറുകിക്കൊണ്ടിരുന്നു. ഇനി ഋഷിയേട്ടനെ കൂടി നഷ്ടപ്പെടാൻ വയ്യ എനിക്ക്. ഞാൻ മരിച്ചു പോവുള്ളൂ. പിന്നെ തനു പിന്നെ ഇല്ല. കരഞ്ഞോ? എത്ര വേണിലും നിന്നെ കേൾക്കാൻ ഈ കാതുകളുണ്ട്, പൊതിയാൻ ഈ കരങ്ങളും. ഇന്നത്തോടെ തീരണം എല്ലാ സങ്കടവും. നാളെ മുതൽ സന്തോഷം കൊണ്ടുപോലും എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയരുത്. സഹിക്കില്ല ഞാൻ. അവളുടെ കൈകൾ അവൻ്റെ മേൽ ഒന്നുകൂടെ മുറുകി ആ നെഞ്ചിൽ ഇറക്കി വെച്ചു. അവൾ താൻ ഇതുവരെ അനുഭവിച്ചില്ല. ആ സങ്കടക്കടലുകൾ തന്നെ നെഞ്ചിൽ ഏറ്റുവാങ്ങി അവനും. അവളുടെ ഏങ്ങലടികൾ അവൻ്റെ മനസ്സിലൊരു വിങ്ങലായി നിറഞ്ഞു നിന്നു. താൻ ഈ രാത്രി അവളോട് പറയാൻ വന്ന കാര്യങ്ങളെല്ലാം ഈ അവസ്ഥയിൽ അവളോട് എങ്ങനെ പറയുമെന്നറിയാതെ അവൻ ഉഴറി. അതെല്ലാം അവൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു അഗ്നിപർവ്വതം കണക്കെ പുകഞ്ഞു. താൻ ഇറക്കി വെക്കാൻ ആഗ്രഹിച്ച മനസ്സിലെ ഭാരങ്ങളെല്ലാം തനിക്ക് തന്നെ ഒരു മുൾവേലി തീർക്കുന്നത് അവൻ അറിഞ്ഞു. നിസ്സായതയോടെ അവളെയും ചേർത്ത് പിടിച്ച് അവൻ ഇരുന്നു. ഉറങ്ങിക്കോ, ഞാനുണ്ട് കൂടെ. ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. പറഞ്ഞിട്ടില്ലേ ഋഷിയുടെ അവസാന ശ്വാസം വരെ കൈവിടില്ലെന്ന്. ആ ഒരു വിശ്വാസം മാത്രം മതി നിനക്ക്. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ ആ നെഞ്ചിലേക്ക് ചേർന്ന് അതിൻ്റെ സുരക്ഷയും കരുതലും ചൂടും അനുഭവിച്ചവൾ മയങ്ങി. അവളുടെ ശ്വാസതാളം മന്ദഗതിയിലായപ്പോൾ അതുവരെ പിടിച്ചു വെച്ച അവൻ്റെ കണ്ണുനീർ ചാലിട്ടൊഴുകി അവളുടെ മൂർധാവിൽ പതിച്ചു. ഒരു മാപ്പ് പറച്ചിൽ പോലെ. നേരം പുലർച്ചെ ആവാറായപ്പോഴാണ് അവൾ കണ്ണു തുറന്ന്. ഋഷി അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളെയും ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഉറങ്ങിയില്ലേ? അവൻ്റെ ഇരിപ്പ് കണ്ടത് അവൾ അത്ഭുതത്തോടെ നോക്കി. നീ ഉറങ്ങുന്ന നോക്കി കിടക്കാൻ നല്ല സുഖമായിരുന്നു. ഉറങ്ങാൻ തോന്നിലിടി വേണ്ടേ? അവൾ പതിയെ എഴുന്നേറ്റ് മാറി. പോട്ടെ ഞാൻ. പോണോ? പോയിട്ട് വേഗം വരടി, നിന്നെ കെട്ടിക്കൊണ്ടുപോവാൻ. രണ്ടുപേരും എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങാൻ നടന്ന ഡോറിനടുത്തെത്തിയപ്പോൾ ഋഷി ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു മുത്തം കൊടുത്തു. കരുതലിൻ്റെ സ്നേഹത്തോടെ ഇരു കണ്ണുകളിലും, കുസൃതിയോടെ കവിളുകളിലും, പ്രണയത്തിൽ ചാലിച്ച് അധരങ്ങളിലും നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ നിന്നു. ഒരു മായാലോകത്തിലെന്ന പോലെ. പോട്ടടി പെണ്ണേ, അവളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ നിറമിഴികളോടെ തലയാട്ടി. ഇനി ഒരുപാട് അറിയാനുണ്ട് നീ ഋഷിയെക്കുറിച്ച്. അതെല്ലാം പറഞ്ഞിട്ടേ നമ്മളൊരു ജീവിതം തുടങ്ങും. നീ എൻ്റേതാവും. അതിനൊരു രാത്രി മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. നീ അറിയണം യഥാർത്ഥ ഋഷിയെ. എന്നെ ഞാനായിട്ട് സ്വീകരിക്കണം. വിട്ടിട്ട് പോകരുത്. അങ്ങനെ വിട്ടിട്ട് പോയാൽ പിന്നെ ഒരിക്കലും ഋഷിയില്ല. അതും പറഞ്ഞ് അവളുടെ നിറമിഴികളെ സാക്ഷിയാക്കി അവൻ യാത്ര പറഞ്ഞിറങ്ങിയതും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അവൾ അവിടെ തറഞ്ഞു നിന്നു. 0 നൈറ്റ് കഴിഞ്ഞാളിയാ. ഋഷി മുൻവാതിൽ തുറക്കാൻ പോയത് ഒരു ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. തോർത്തും തലയിൽ കെട്ടി ടോർച്ച് അടിച്ച് മനു. എന്തുവാടാ ഇത്? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തോന്ന് നൈറ്റ്? ഈ 0 നൈറ്റ് ഫസ്റ്റ് നൈറ്റിന് മുമ്പുള്ളത്. എൻ്റെ പെങ്ങള് ജീവനോടുണ്ടാവോ? ഇല്ല, അവളെ ഞാൻ ജീവനോട് വിഴുങ്ങി. നിന്ന് ചാളിയടിക്കാതെ പോയി കിടന്നോളടാ പുല്ലേ. വെളുപ്പിന് CID പണിക്ക് ഇറങ്ങിയിരിക്കാവൻ. മനുവിന് നൈസായിട്ട് ചവിട്ടും കൊടുത്ത് ഋഷി പുറത്തേക്ക് പോയി. കല്യാണ ദിവസം ഋഷിയും കൂട്ടിലാണ് ഹാളിലെത്തിയതും മനു അവനെ കാല് കഴുകി സ്വീകരിച്ചു. മണ്ഡപത്തിലിരിക്കുമ്പോൾ ഋഷിയുടെ കണ്ണുകൾ തനുവിനെ തേടിക്കൊണ്ടേയിരുന്നു. ഓറഞ്ച് സൗഗന്ധിക പട്ടും ചുറ്റി മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി കയ്യിൽ താരവും മേന്തി വരുന്ന അവളെ തന്റെ ജീവനെ പ്രണയത്തോടെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. മണ്ഡപം വലം വെച്ച് ഋഷിയുടെ ഇടതുഭാഗത്തായി അവൾ നിന്നു. ഒരു വേള കണ്ണുകൾ പരസ്പരം കോർത്തു. അവളുടെ കണ്ണിലെ തിളക്കം അവന്റെ ചുണ്ടിലെ പുഞ്ചിരിയായി വിടർന്നു. ആ ചിരി ചുറ്റും കൂടി നിൽക്കുന്നവരിലേക്കും പടർന്നു. മന്ത്രോച്ചാരണങ്ങളോടെ പൂജാരി താലിയെടുത്ത് ഋഷിക്ക് നൽകി. വിറക്കുന്ന കൈകളോടെ അവനത് ഏറ്റുവാങ്ങി. കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീങ്ങിയതും ഒരു കൂട്ടാളുകൾ ഹാളിനുള്ളിലേക്ക് ഇരമ്പി വന്നത് ഒരുമിച്ചായിരുന്നു. ചെറിയച്ഛൻ? അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. വാക്കുകൾ വിറവുണ്ട്. ഒരാന്തലോടെ അവൾ ഋഷിയെ നോക്കി. അവന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. മുഖമൊക്കെ വലിഞ്ഞു മുറുകുന്നുണ്ട്. കയ്യിലെ ഞരമ്പുകൾ തെളിഞ്ഞു വരുന്നു. അവൾ അവന്റെ കൈകളിൽ അമർത്തി പിടിച്ചു. അപ്പോഴേക്കും ചെറിയച്ഛനും രാവിലും കൂടെ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. ബാക്കിയുള്ളവർ താഴെ നിരന്നു നിന്നു. ചുറ്റുമുള്ളവർ എന്താണ് നടക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട്. മനുവിന്റെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ചെറിയച്ഛൻ വന്ന് തനുവിന് മുമ്പിലായി നിന്നു. മോൾ അറിയിച്ചില്ലെങ്കിലും ചെറിയച്ഛന് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കന്യാദാനം നടത്തണ്ടേ? അതിന് ഈ ഭൂമിയിൽ ഏറ്റവും അവകാശമുള്ള ആള് തന്നെ വരണ്ടേ? അയാൾ ഒരുതരം പുച്ഛത്തോടെ അവളെ നോക്കി. അവളുടെ വിറയാർന്ന കൈകൾ ഋഷിയുടെ കയ്യിൽ ഒന്നുകൂടെ അമർന്നു. നെറ്റിയിൽ നിന്നും വിയർപ്പു തീർന്നു. ശരീരത്തിന് ഭാരമില്ലാതാവുന്ന പോലെ
അവളെ ചേർത്ത് പിടിച്ച് ഋഷി ദേഷ്യത്തോടെ അയാളെ നോക്കി. ഓ തനിക്കെന്താ വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാകാൻ പോയെ. ഋഷി അയാളെ കൈവെക്കാൻ തോന്നിയ നിമിഷം മനു മുന്നോട്ട് വന്നു. എനിക്ക് വേണ്ട ഇവളെയാ, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. അല്ല, ഇവള് സ്വമേധയാ വരും അല്ലേ മോളെ? അയാളൊരു വിജയച്ചിരിയോടെ ഋഷിയെയും തനുവിനെയും മാറി മാറി നോക്കി. ചി ഇറങ്ങിപ്പോടും, തനിക്കറിയില്ല ഋഷിയെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, തോറ്റുപോകുകയുള്ളൂ. ഋഷി പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിൽ അയാൾ കോളൽ കയറി പിടിച്ചു. അവളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് അവൻ അത്രയും ചൊടിപ്പിച്ചിരുന്നു. മോൻ കൈയെടുക്ക്, നീ ആരാ എന്താന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നേ. അതുകൊണ്ട് കളി ഇങ്ങോട്ട് വേണ്ട. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.